നമ്മളെ വണ്ടി ഇതോ കിടപ്പുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് ഇതുപോലെ നിറയെ ഉരുളൻ കല്ലുകളാണ്. ഭയങ്കര മഴയാണ്. കണ്ട എവിടെ ആവോ കണ്ടത് എവിടെ എവിടെ. അപ്പോൾ ഇത്രയും ടോപ്പിൽ നിന്ന് വീഴുന്നത് ഇവിടെയാണ്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് നമ്മൾ ഓൾ കേരള തുടങ്ങിയിട്ട് ഇന്ന് 14 ദിവസമാകുന്നു. ഇന്ന് നമ്മൾ പാലക്കാട് ബാക്കിയുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലേക്കും കയറുക എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനിങ്. ഇന്നലെ നമ്മൾ മണ്ണാർക്കാടായിരുന്നു സ്റ്റേ. അപ്പോൾ രാവിലെ നമ്മൾ റെഡി ആയിട്ട് മണ്ണാർക്കാട് PWD റെസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുക, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് നോക്കുക. അതിന് ശേഷമാണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോവുക. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് അടുത്തായിട്ട് തന്നെ തത്തേങ്ങലം ബീച്ച് വ്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് അങ്ങോട്ടേക്കാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് വേറെ ഒന്നും കാണാനില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അതിന് ശേഷം നമ്മൾ തത്തേങ്ങലം ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നത്. നമ്മളെ വണ്ടി ഇതോ കിടപ്പുണ്ട്. ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ വന്നു. ഇപ്പോൾ ഇന്നലെ മഴ തകർത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വഴിയിലൊക്കെ ചെളിയാണ്. ഇതൊരു ബീച്ച് മോഡലാണ്. എന്താണ് ഭയങ്കര രസമാണ്. നമ്മൾ ഇന്നാളെ ഭാരതപ്പുഴയുടെ സൈഡിൽ പോയില്ല, അവിടെ മണൽ പോലെയാണെങ്കിൽ ഇവിടെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷേ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടു. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയുകൊണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ മഴ പെയ്ത് മുഴുവൻ വെള്ളം നനഞ്ഞ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് അടുത്തോട്ട് പോയിട്ട് നോക്കാം എന്താണ് സംഭവം എന്ന്. ഒരുപാട് കല്ലുകൾ കിടപ്പുണ്ട്. അവിടെയൊക്കെ മഴ വേണമെങ്കിൽ ചിലപ്പോൾ ഇതുവഴി നിറഞ്ഞു വരും. ഓടിക്ക് വന്നാൽ പറയാൻ പറ്റില്ല. ഇവിടെ ഫുള്ളും ഇതുപോലെ ഉരുളൻ കല്ലുകൾ കിടക്കണം കേട്ടോ. ഉരുളൻ കല്ലുകൾ അതാണ് ഇവിടുത്തെ വെറൈറ്റി. ഇവിടെ നിറയെ ഇത് തന്നെയാണ്. ഈ ഒരു വലിയൊരു ഏരിയ ഫുള്ള് ഇത് തന്നെയാണ്. ബീച്ച് വ്യൂ, തത്തേങ്ങലം ബീച്ച് വ്യൂ എന്നാണ് കിടക്കുന്നത്. പക്ഷെ അവിടെ നല്ല ഒഴുക്കുണ്ട്, വെള്ളം നല്ല ഒഴുക്കുണ്ട്. ഇനി നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ചിലപ്പം അങ്ങ് എന്താണ് കാട്ടിലെ സ്ഥലമൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മിക്കവാറും നിറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ പൊളിയാണ് കേട്ടോ. ഈ ഉരുളൻ കല്ലുകൾ നിറഞ്ഞു കിടപ്പുണ്ട്. പ്രകൃതി എത്രത്തോളം സുന്ദരിയായിരിക്കുമോ അത്രത്തോളം ഭീകരതയും അതിലുണ്ട്. അതാരും മറക്കരുത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടാവും. നമ്മളിപ്പോൾ പാറയിലാവട്ടെ അല്ലാണ്ട് വെള്ളച്ചാട്ടത്തിലാവട്ടെ അതുപോലെ റിസ്ക് പിടിച്ച സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മെ തന്നെ സുരക്ഷിതരാക്കുക. കാരണം പാറയിൽ എത്രത്തോളം ആഴം ഉണ്ടെന്നോ എവിടെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. വഴുക്കലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് സുരക്ഷിതരായിട്ട് കാണാൻ പറ്റും ആ സ്ഥലങ്ങളിൽ മാത്രം നിന്ന് കാണുക. കൂടുതൽ റിസ്ക് എടുക്കരുത്. എൻ്റെ പല എപ്പിസോഡുകളിലും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോയി കണ്ടു, നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ പോയ ഉടനെ ഹായ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് എടുത്ത് ചാടാൻ പോകരുത് ഒരിക്കലും. അത് എത്രത്തോളം ആഴം അവിടെ ഉണ്ട്, എന്തുമാത്രം ഭീകരതയുണ്ട്, എന്തുമാത്രം അപകടങ്ങളാണ് പതിയിരിക്കുന്നതെന്ന് ഒരിക്കലും നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഇതുപോലുള്ള യാത്രയെ സ്നേഹിക്കുന്ന ആൾക്കാർ, പോകുന്നവർ എന്തായിരുന്നാലും അവരുടെ ജീവിതങ്ങൾ ലൈഫ് സേഫാക്കി മാത്രം യാത്ര ചെയ്യുക. ഇത് നമ്മൾ നദിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ടേ. ഇവിടെ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇതുപോലെ വ്യൂ ഉള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ എല്ലായിടം പോകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ മാക്സിമം നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. പുറകിൽ മലയൊക്കെ കാണാം. പിന്നെ ഇവിടെ നദി നല്ല ഒഴുക്കുണ്ട്, നല്ല ഒഴുകുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഇതുപോലെ നിറയെ ഉരുളൻ കല്ലുകളാണ്. നിറയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഏരിയ തന്നെ ഈ ഉരുളൻ കല്ലുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. മഴ പെയ്ത് വരുമ്പോൾ ഇതൊക്കെ നിറഞ്ഞു പോകാനാണ് സാധ്യത. ഫുള്ള് നിറഞ്ഞു പോകുമായിരിക്കും. ഇതൊക്കെ ഇവിടെ നിന്ന് ഒലിച്ച് വന്നതായിരിക്കും. മുന്നേ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് അതിന് ശേഷം ഇതുപോലെ രൂപപ്പെട്ട സ്ഥലങ്ങളുണ്ടെന്ന്. ഇതും എവിടെ നിന്ന് ഒലിച്ച് വന്നതായിരിക്കണം. എന്തായിരുന്നാലും
വ്യൂ പൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ നിരന്ന് കിടക്കുന്ന ഉരുളൻ കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ചെളിയോ കാര്യങ്ങളൊന്നുമില്ല. രാഹി പപ്പയൊക്കെ കല്ല് നുള്ളി പറക്കുന്നുണ്ട്. എന്താ പേപ്പർ വെയിറ്റ് വയ്ക്കാണ്. ഇനി ആരെങ്കിലും പിടിച്ച് ചേർത്തോന്ന് പറഞ്ഞു ഇവിടെ. ഇതെന്തൊരു കല്ല് കയ്യിലെന്തൊരു എന്തൊരു കല്ല് കല്ല് ഉണ്ടക്കല്ലുകൾ സംഭവം അക്യൂറത്തിലൊക്കെ ഇടുന്ന അതേ ടൈപ്പ് ഉണ്ട്. നല്ല ഉരുളൻ കല്ലുകൾ, മിനുസമുള്ള നല്ല ഷേപ്പുള്ള കല്ലുകൾ, ഉരുണ്ട് ഒന്നും പറയാനില്ല. ഓരോ കല്ലുകൾ ഭയങ്കര രസമുണ്ട്. നോക്കി എന്തായാലും ഇത് പല കളറിൽ പല കളറിൽ ചിലത് ഭയങ്കര രസമുണ്ട്. നോക്കി ചിലത് ചുവപ്പാണ്, ചുവപ്പ് കളറ്. ഇതുപോലുള്ള കല്ലുകളുണ്ട്. എന്ത് രസമാണ്, വെറൈറ്റി. ആണ്ട് വെള്ളക്കല്ലുകൾ. വെള്ളക്കല്ലിനോട് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് കല്ലുകളുണ്ട്. അതെ, ചുവപ്പ് കല്ല്. ഇനിയുണ്ട് കറുത്ത കരിങ്കല്ല്. അപ്പോൾ നമ്മൾ ഈ പുഴക്കരയിൽ നിന്ന് പോവുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു സ്ഥലം നോക്കി അങ്ങോട്ട് നമ്മളെ മലപ്പുറം ജില്ലയിലേക്ക് സ്ഥലങ്ങൾ നോക്കി അങ്ങനെ പതുക്കെ പോകും. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമായിരുന്നു. നമുക്ക് വെറൈറ്റി ഉണ്ടായിരുന്നു. കൊടികുത്തി മല പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ് സാഹചര്യം എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പോവുള്ളൂ. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്ഥലം നോക്കിയിട്ട് സെർച്ച് ചെയ്ത് അങ്ങോട്ട് പോകാം. നമ്മൾ അടുത്ത ഒരു ചെറിയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവം ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്. അതായത് പാറക്കുളമാണ്. വലിയ പാറയൊന്നുമല്ല, എന്നാലും പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയ ഒരു കുളം. അപ്പോൾ അവിടെ നിറയെ ഇപ്പോൾ വെള്ളമുണ്ട്. നമ്മളെ മാപ്പിൽ കാണിച്ച ഒരു ചെറിയൊരു സ്ഥലമാണ്. നമ്മൾ പോകും വഴിക്കായതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കയറിയത്. ഇപ്പോഴും മഴയുണ്ട്. നമ്മളിതുപോലെ പാറപ്പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ സുരക്ഷാ വേലികളൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതാ ഈ കാണുന്നതാണ് അതിൻ്റെ കാഴ്ച. നിറയെ പായലൊക്കെ നിറഞ്ഞു കിടപ്പുണ്ട്. പാറക്കുളമാണ്, വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷ്വലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. മഴയുടെ സാഹചര്യമാണ് നമ്മൾ പോയ വഴികളിൽ. ഇന്നത്തെ ദിവസം നമുക്ക് നല്ല രീതിയിൽ മഴയുണ്ട്. പോകുന്ന വഴികളിലൊക്കെ നമ്മളും അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപകടം പിടിച്ച സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പോകുന്നില്ല. ഇതുപോലുള്ള സേഫായിട്ട് നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ യാത്ര. ഇന്നലെ രാവിലെ, ഇന്ന് രാത്രി, ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണാർക്കാടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാത്രി ഭയങ്കര മഴയായിരുന്നു, രാവിലെയും ഭയങ്കര മഴയായിരുന്നു. എന്തായാലും കുറച്ച് പ്ലാൻ ചെയ്താണ് നമ്മൾ ഇറങ്ങിയില്ലേ. ഇറങ്ങി 1-2 സ്ഥലം നമ്മൾ രാവിലെ റിവറിൽ പോയി 1-2 സ്ഥലം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോഴും പുറത്ത് ഭയങ്കര മഴയാണ്, ഭയങ്കര മഴ. ഭയങ്കര മഴയാണ്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ വന്നത് ഇവിടെ ഒരു ചെറിയൊരു പാറയിലാണ്, പാറക്കുളം. വലിയ പാറ എന്നാണ് പറയുന്നത്, ഒരു പാറയിലാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് 3-4 സ്ഥലങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ പ്ലാൻ ചെയ്തല്ലോ മഴയുണ്ട്. പ്ലാൻ ചെയ്ത് നമ്മൾ പോകാനുള്ള സ്ഥലത്തൊന്നും എത്തിയില്ല. നമ്മൾ കൊടികുത്തി മലയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ഇന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു അവിടെ ക്ലോസ്ഡാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്ഥലം കൂടെ പോകണമെന്നുണ്ട്. പക്ഷെ മഴയാണ്. നമ്മൾ നോക്കി സമയം ഒരുപാടായി. ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി 3 മണിയായി. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഇവിടെ തന്നെ പാറക്കുളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം സ്കൂളെന്ന് പറയും. അത് അവിടെ ഇറങ്ങി ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള സമയം കുറച്ചേ സമയമുള്ളൂ. ഇന്ന് മലപ്പുറം ജില്ലയിൽ എത്രത്തോളം ഓടി എത്തുമെന്ന് അറിഞ്ഞൂടെ. എന്തായിരുന്നാലും നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് ഉള്ള വഴി തന്നെയാണ് നമ്മൾ ട്രിപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിനി അടുത്തൊരു സ്ഥലത്തോട്ട് പോകും. മഴയാണ്, എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ റൂമിൽ പോകുന്നതിന് മുന്നേ ഇന്ന് നമ്മൾ മലപ്പുറത്ത് എന്താണ് അരീക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റേ. പോയി നോക്കാം കേട്ടോ. കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക.
കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മൾ ആ പാറക്കുളത്ത് നിന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. പോകുന്ന വഴി ഇതുപോലെ വളരെ ദൃശ്യഭംഗി തരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. രണ്ട് സൈഡും പാടങ്ങൾ പോലെ നിൽക്കുകയാണ്. വളരെ ഹരിതഭംഗി നൽകുന്ന ഒരു റോഡ്. പല സ്ഥലങ്ങളിലും ഇതുപോലെ കൃഷിയിടങ്ങളും മറ്റ് കൃഷികളും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അടുത്ത നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ പാലൂർ കോട്ട വെള്ളച്ചാട്ടമാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. വരുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയാണ്. വഴി കൂടെയൊക്കെ വെള്ളം പോകുന്നുണ്ട്. നമ്മൾ വന്നിട്ടില്ല ഇവിടെ. ഒരുവിധം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ പാലൂർ കോട്ട. നമ്മൾ കുറച്ച് വഴിയൊക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുവരെ വണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ നടന്നു പോകണം. ഓഫ് റോഡ് വരും. എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് നടന്നു വരാനുള്ള ഒരു സെറ്റപ്പേ ഉള്ളൂ. കല്ലുകളൊക്കെ ഇളകി കിടക്കാനും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം. വലിയ വെള്ളച്ചാട്ടമാണെന്ന് അറിഞ്ഞൂടാ. വെള്ളച്ചാട്ടം കണ്ട എവിടെ? ഓ ദൂ കണ്ടത് എവിടെ 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 ദൂണ്ട്. അതാണ് വലിയ വെള്ളച്ചാട്ടാ. മുന്നേ കണ്ടുപിടിച്ച് നമ്മൾ കാണുന്നതിനെ മുന്നേ കണ്ടുപിടിച്ചു. അങ്ങ് ദൂരെ ഞാൻ കണ്ട്. ഇപ്പോഴാണ് കണ്ടത്. ദൂണ്ട് ഓ കണ്ട് ഞാൻ കണ്ട്. കണ്ട അങ്ങ് ദൂരത്ത് നന്നായിട്ട് ആണ് വെള്ളം ചാടുന്നതായിട്ട് കാണാം. നല്ല ലോങ്ങിൽ വെള്ളം അങ്ങോട്ട് നടന്നു പോവാം. കുറച്ച് ദൂരം നടക്കാറുള്ളൂ കേട്ടോ. നടക്കുന്ന വഴിയിലൊക്കെ ഇപ്പോൾ വെള്ളം ചാടുന്നുണ്ട്. പിന്നെ ഒരു പാറമടയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, കുറേ ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം എന്താണ് സംഭവം നോക്കാം. ഇതൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പാലൂർ കോട്ട വെള്ളച്ചാട്ടം, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, പ്രകൃതിയെ സംരക്ഷിക്കുക. ഇപ്പോൾ 2-3 ലെയറായിട്ടാണ് വെള്ളച്ചാട്ടം. ഇതോ കാണുന്ന അവിടെ ഒരു സ്റ്റെപ്പ്, അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ ഇവിടെ ഞങ്ങൾ ടോപ്പ് ഇതോ കാണുന്ന ആ ഇവിടേക്ക് ആൾക്കാർ ഈ മല ഇത്രയും കയറി അങ്ങ് മുകളിൽ ഇരിപ്പുണ്ട്. ഒത്തിരി ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒത്തിരി പേരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ രീതിയായിട്ട് വരുന്നത്. കുറച്ച് ദിവസങ്ങളല്ലാതെ ഓരോ കാര്യങ്ങൾ ഓരോ പ്ലേസ് നോക്കി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമായപ്പോൾ അടിപൊളിയായി. അല്ലെങ്കിലും ഈ മഴയുള്ള സീസണിൽ വെള്ളച്ചാട്ടം എല്ലാം പൊളിയാണ്, ഒന്നും പറയില്ല. വലിയൊരു വെള്ളച്ചാട്ടം. കടയൊക്കെ ഉണ്ട്. ചെറിയ ഉപ്പിലിട്ടത് മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, അങ്ങനെ കുറച്ച് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് എന്നുള്ള വെള്ളച്ചാട്ടം ഇനി താഴെ ഇവിടെ എത്തിയത് അങ്ങ് ഗ്രൗണ്ട് ലെവലാണ്. ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നു. മുകളിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ താഴോട്ട് പോകുന്നത്. ഇത് ഈ വെള്ളം അങ്ങ് റോഡ് വഴിയും പോകുന്നുണ്ട്. റോഡ് കഴിഞ്ഞും അങ്ങ് പോകുന്നുണ്ട്. അതിലൊക്കെ അവിടെ പയ്യന്മാരൊക്കെ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ അതുപോലെ കാണുന്ന അവിടെ എല്ലാം ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുക, പയ്യന്മാർ പൊയ്ക്കൊണ്ടിരിക്കുക. ഫുള്ള് പാറവടെയാണ്. അങ്ങോട്ട് പോയി നോക്കാം. ഇത് വന്ന് ഇത്രയും ഹൈറ്റിൽ നിന്ന് വന്ന് വീഴുന്ന ആ ഒരു പോയിൻ്റ് അവിടെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകി റോഡ് കടന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിൽ നിന്ന് വീഴുന്നത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞില്ലേ 2-3 ലെയറായിട്ടാണ് വന്നു. ഇത് തന്നെ വെള്ളച്ചാട്ടം. അങ്ങനെ 3 വെള്ളച്ചാട്ടം ഉള്ളത്. നല്ല ലെങ്തുള്ള വെള്ളച്ചാട്ടം കേട്ടോ. മഴയുള്ള സീസണുകളായതുകൊണ്ട് ഓടിച്ച് അവൻ തട്ടായിട്ടാണ് വരുന്നത്.
സ്റ്റെപ്പായിട്ട് വെച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ടി തട്ടി വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് അത്യാവശ്യം വീതിയുണ്ട്, നീളം നല്ല നീളമുണ്ട്. അങ്ങ് ടോപ്പിൽ നിന്നാണ് വരുന്നത്, അങ്ങ് മുകളിലൊരു കയറാൻ പറ്റുന്നു. ഇത് ആദ്യത്തെ സെക്ഷനാണ്, ആദ്യത്തെ അല്ല സോറി ലാസ്റ്റ് സെക്ഷനാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ. ഇതിന് മുകളിലോട്ടാണ് ഉള്ളത്. മുകളിൽ 2-3 ലെയറായിട്ടുണ്ട്. പാലൂർ കോട്ട വെള്ളച്ചാട്ടം. ഇപ്പുറ സൈഡിലൊക്കെ കുഞ്ഞു 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 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതും വലിയൊരു പാറക്കെട്ടിലാണ്. പക്ഷേ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് പാറകൾ ഇത് കട്ട് ചെയ്ത് അടുക്കിയത് പോലെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ഒരുപാട് പാറകൾ കട്ട് ചെയ്ത് അടുക്കിയത് പോലുള്ള സ്റ്റെപ്പായിട്ട് അങ്ങനെയാണ് ഈ വെള്ളം ചാടുന്നത് കേട്ടോ. അടിപൊളി, മനോഹരമായിട്ടുണ്ട്, സൂപ്പറാണ്. ഓക്കെ, ഇത് ഏറ്റവും താഴെ കുറച്ച് മുകളിലോട്ട് നമുക്ക് അവിടെ പടിക്കെട്ട് പോലെ വെച്ചിട്ടുണ്ട്. കൂടുതൽ റിസ്ക്കുള്ള മുകളിലോട്ട് പോകുന്നില്ല. ഓക്കെ, ഒന്ന് മുകളിലോട്ട് പോയി നോക്കാം കേട്ടോ. കുറച്ച് മുകളിലോട്ടാണ്, ഒന്ന് നോക്കാം. രണ്ടാമത്തെ സെക്ഷൻ കിട്ടുമെന്നില്ലെങ്കിൽ അങ്ങ് ഇറങ്ങാം കേട്ടോ. പാറ ചർക്കലായിരിക്കും ഇപ്പോൾ. കുറച്ച് ഇടുങ്ങിയ വഴിയാണ്, പക്ഷേ സർക്കിളില്ല, പാറ ഉണങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് മുകളിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് നിർത്തിയാണ്. ഇത് എവിടെ നിന്ന് കയറും? അപ്പോൾ പറ്റുമ്പോൾ കയറാവുള്ളേ. ഓക്കെ, നമ്മളിങ്ങനെ എത്തിയാട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം ഒലിച്ച് ഇങ്ങനെ പോകണം. ഇവിടെയൊക്കെ സേഫാണ്, കുഴപ്പമില്ല, നടക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഈ കല്ലൂടെ കയറി നമുക്ക് മുകളിൽ പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നില്ല. ഇതുവഴി വഴിയുണ്ട് കേട്ടോ, വഴിയുണ്ട്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയുണ്ട്. ഇവിടെ നിന്നാൽ കാണാം സെറ്റായിട്ട്. ഓക്കെ, അവിടെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വഴുക്കലുണ്ട് കേട്ടോ. ഇതെല്ലാം അതുപോലെ തന്നെയാണ്, മുകളിലും അതുപോലെ തന്നെ നല്ല തട്ടായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഇവിടെ ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ കാണാം. നേരത്തെ ആ പാറമട പോലത്തെ സംഭവത്തിൻ്റെ ഒരു വൈഡായിട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കാണാം. ഇത് വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി മുകളിലോട്ട് പോകുന്നത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കുത്തനെയുള്ള കയറ്റങ്ങളും പിന്നെ പാറയുമാണ്. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല, തിരിച്ചിറങ്ങാണ്. എന്തായിരുന്നാലും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന അത്രത്തോളം ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം മുകളിൽ പോയാലും കുറച്ചും കൂടെ അടുത്ത് കാണാം എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും മുകളിലോട്ട് പോകുന്നില്ല. അടിപൊളി. ഓക്കെ, നമ്മൾ ഇറങ്ങുകയാണ്. പാലൂർ കോട്ടയിൽ നിന്ന് താഴോട്ടേക്ക് പോകാം. ഓക്കെ, നമ്മൾ സേഫായിട്ട് താഴെ എത്തിയിട്ടുണ്ട്.
വെള്ളത്തിറങ്ങിയാ? ആരിറക്കിയ? കൈ ഇറക്കിയ? കളിച്ച വെള്ളത്തില്? എന്റെ പോലീസ് എവിടെ പോയാ? എവിടെ പോയി? വെള്ളത്തിൽ പോയാ? എപ്പോ? 3 ദിവസത്തിന് മുന്നേ പോയാ? അപ്പൊ പിന്നെ ഇന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പോലീസ് എവിടാ പോയാ? വണ്ടി കിടക്കണ? നോക്കട്ടോ. പോലീസ് എവിടെ? പോലീസ് എവിടെ? എവിടെ? നീല്ലേ പറഞ്ഞ വെള്ളത്തിൽ പോയത്? എവിടെ പോലീസ്? കിട്ടിയാ? നോക്കി. നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന കോട്ടക്കുന്ന് പാർക്കിലാണ്. 20 രൂപയാണ് എൻട്രി ഫീസ്. മഴ പെയ്ത് ആകെ കോളമായി, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ, നമ്മൾ വാട്ടർഫാളിൽ നിന്ന് 15 കിലോമീറ്റർ കോട്ടക്കുന്ന് പാർക്കിനകത്ത്, മലപ്പുറത്തിന് അടുത്ത് തന്നെയാണ്, ടൗണിനടുത്ത് തന്നെയാണ്. പക്ഷേ 20 ഫീ ആണ് ഉള്ളത്, പാർക്കിംഗ് ഉൾപ്പെടെ. അകത്ത് കയറി. പക്ഷേ ഇപ്പോൾ മഴയാണ് കാലാവസ്ഥ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം, അത്രേ ഉള്ളൂ. കാര്യം മഴയാണ്ടാണ്, മഴയാണ്ട് മാത്രം പെട്ടെന്ന് കറങ്ങി വരാം. കാറിന് 20 രൂപ, ആളിന് ബൈക്ക് 10. പാർക്ക് അതിനകത്ത് വിശാലമായിട്ടുള്ള പാർക്കുണ്ട്, പിന്നെ ഗാർഡനും ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ സൈഡിൽ നല്ല അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴ പെയ്ത് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ പാർക്കിലായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഫുട്പാത്തിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിൽ എത്താമെന്നാണ് പറഞ്ഞത്. അത് നേരെ പോയി നോക്കാം അല്ലേ പിന്നെ. അപ്പോൾ ഇതിനകത്ത് കുറേ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡ്, അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ടിക്കറ്റാണ്. വലിയ ഇറക്കമുണ്ട്. പിന്നെ ഇനി അടുത്തൊരു ഗാർഡനാണ്, മിറക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തോട്ടുള്ള എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അടിപൊളിയാണ്. പാർക്കും അമ്യൂസ്മെൻറ്റ് പാർക്കും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സെറ്റപ്പുകളുണ്ട്. പിന്നെ എന്താണ് മിറക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഇതിനകത്ത് വരുന്നത് എല്ലാം റൈഡുകൾക്കായിരുന്നാലും ഓരോരോ സെക്ഷനായിട്ടാണല്ലോ, അതിനെല്ലാം നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണേണ്ടതാണ്. മിറക്കിൾ ഗാർഡൻ നമ്മൾ ഫുള്ള് മഴയാണ്, ഒന്നാമത് ലൈറ്റ് പോയി, ഫുള്ള് മഴയാണ്. അതുകൊണ്ട് അതിനകത്തേക്ക് കയറിയില്ല. കാരണം മഴയത്ത് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല, കുടയിൽ പിടിച്ച് നമുക്കൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്തോട്ട് കയറിയിട്ടില്ല. എന്തായിരുന്നാലും അടിപൊളിയായിരിക്കും, നല്ലൊരു ഗാർഡൻ ആയിരിക്കും അതിനകത്ത് ചെയ്തിട്ടുള്ളത്. റൈഡുകളും അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡിലുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്നതിനാണ് 20 രൂപ. ബാക്കി ഇതിനകത്തുള്ള ഓരോ സെക്ഷന് കയറുന്നതിനും അതിൻ്റെതായിട്ടുള്ള റേറ്റുകൾ കൊടുക്കുന്നുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്, വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ പാർക്കുണ്ട്, പിന്നെ ഇതിനകത്ത് സ്നാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിനടുത്തുള്ളവർ അല്ലെങ്കിൽ സന്ദർശിക്കാൻ നഷ്ടം വരില്ല. എന്തായിരുന്നാലും വരിക. നമുക്ക് കാഴ്ചകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് ഫുള്ള് മഴയാണ്, ഇപ്പോഴും മഴയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മിനി ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോഴും മഴയുണ്ട്, അത്യാവശ്യം നേരെ ഇരുട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അടുത്തും അതുപോലെ തന്നെ ഒരു വലിയൊരു പാർക്കാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പാർക്കുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകാമെന്ന്, ഇന്നത്തെ ദിവസം സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് അങ്ങോട്ടൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, മിനി ഊട്ടി എന്നാണ് പറയുന്നത്. റോഡിൻ്റെ രീതികളൊക്കെ അങ്ങ് മാറി. ഇവിടെ സ്ഥിരം പോകുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ നമ്മൾ അറിയാണ്ട് പോകുന്നതല്ലേ. ആ മാപ്പിൽ നോക്കുമ്പോൾ ഒരുപാട് പാറക്കുളങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. നമ്മളീ പോകുന്ന വഴികളിൽ
സൈഡിലായിട്ട് പാറക്കുളങ്ങളാണുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യം ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള വഴികളിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള സ്ട്രീറ്റ് ലൈറ്റെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആദ്യമായിട്ട് പോകുന്നവർക്ക് നമുക്ക് ഇപ്പോൾ കാണുന്നില്ല, ഈ കാഴ്ച മാത്രമേ നമുക്കുള്ളൂ. മാപ്പിലുള്ള ആ ഒരു റൂട്ടും നമുക്കുണ്ട്. അപ്പോൾ ഒരു വളരെ ഭയാനകമായിട്ടുള്ളൊരു റോഡായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നി വണ്ടിയിലുള്ളവർക്ക്. കുറച്ച് ദൂരം അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലുള്ള ഒരു കുറച്ച് ആളനക്കം ഉള്ള സ്ഥലത്തേക്ക് എത്തുക. ഇപ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ട് ഒരു വകയും കാണാൻ പറ്റാത്ത ഒരു ഇതാണ്. ഈ ലൈറ്റ് വരുമ്പോൾ മാത്രം നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഈ മഞ്ഞ് വരുമ്പോൾ, കോടമഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലുള്ള റോഡാണ്. അപ്പോൾ ഈ മഞ്ഞുള്ള റോഡിൽ ഇത്രത്തോളം ദുർഘടമാണ് യാത്ര എന്നുള്ള നമ്മുടെ ഈ പോക്കിൽ തന്നെ 1-2 സ്ഥലത്ത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഈ പാർക്കിലോട്ട് വരുന്നത്. നമ്മുടെ മിനി ഊട്ടിയിലേക്ക് വരുന്ന വഴിക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു, കോടമഞ്ഞ്. അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതോ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് എന്നാണ് പറയുന്നത്. ആ ലൈറ്റ് കാണുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയപ്പോൾ രാത്രിയായി, അപ്പോൾ അതുകൊണ്ടാണ് അതിലോട്ട് കയറാത്തത്. രാത്രി കയറിയ ഇതെല്ലാം ഒരുപോലെ കാണാൻ പറ്റും. ഇവിടെ നിന്നാലും നല്ലൊരു വൈഡ് വ്യൂ ആണ്. ഏകദേശമുള്ള ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ എത്തിയത് അല്പം താമസിച്ചു പോയി. അല്പമല്ല, നല്ല താമസിച്ചു പോയി. നല്ല കോടമഞ്ഞുണ്ട്, കോടമഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പരിചയപ്പെട്ട് അങ്ങ് പോകാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജ് അതാണ്. ഇതിൽ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ ഓരോന്നിനും നമ്മൾ നേരത്തെ പോയ പാർക്കിൽ പോലെ തന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പോഴും മഞ്ഞുണ്ട്, നല്ല മഞ്ഞുണ്ട്, മഴയുണ്ട്. നമ്മൾ കയറിയിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. എന്തായിരുന്നാലും ലൈറ്റ് ഓഫ് ചെയ്തു. ആടെ ഇതാ അയ്യോ, എല്ലാവരും പോയി കേട്ടോ. നമ്മളായിരിക്കും ലാസ്റ്റ് വന്നത്. സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, സെറ്റാണ്. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതുവഴി നമുക്ക് തിരിച്ചിറങ്ങാനുള്ള സ്ഥലം കാണുന്നു. തിരിച്ചും അതുവഴിയാണ് വന്നത്. അത്രയ്ക്ക് പ്രയാസമായിരുന്നു നമുക്ക് വണ്ടി ഓടിക്കാൻ. നമ്മളെ ഫ്രണ്ടേ പോകുന്ന ആ ബൈക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും അവർക്കും കണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മുടെ വെട്ടം കണ്ടിട്ടാണ് അവർ പോകുന്നത്. വെട്ടം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അത്രയ്ക്ക് കോടമഞ്ഞായിരുന്നു. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾ കേരള ട്രിപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെ മനോഹര ദൃശ്യങ്ങളുമാറ്റും നാളെ കാണാം. ബൈ.